ഹായ്, ഇന്ന് നമ്മൾ കുറച്ച് മരക്കമ്പുകൾ എടുത്തിട്ടുണ്ട്. മരക്കമ്പുകൾ വെച്ചിട്ട് നമ്മൾ പല ഐഡിയകളും മുൻപ് ചെയ്തിട്ടുണ്ട്. ഇത് അതൊന്നും അല്ല, ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഐറ്റമാണെന്ന് നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരു ചെയറാണ് നിർമ്മിക്കുന്നത്, അടിപൊളിയായിട്ടുള്ള ഒരു ചെയർ. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതേപോലെയുള്ള മരത്തിൻ്റെ കമ്പുകളാണ്, അതായത് വിറക് കൊള്ളികൾ. അപ്പോൾ ഈ വിറക് കൊള്ളികൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഇത് പ്ലാവിൻ്റെ അതേപോലെ തന്നെ തേക്കിൻ്റെ ഒക്കെ പീസുകളാണ് നമ്മൾ എടുത്തത്. അപ്പോൾ അതേപോലെ നല്ല ഉറപ്പുള്ള മരങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളൊരു അടിപൊളി ചെയർ നിർമ്മിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ചെയർ എങ്ങനെയാണ് നിർമ്മിക്കാൻ നോക്കുക ഇന്നത്തെ വീഡിയോയിൽ നമുക്ക്. അപ്പോൾ നമ്മൾ 3 കാലുള്ള ഒരു ചെയറാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ കുറച്ച് വണ്ണം കൂടിയ ഒരു പീസ് എടുത്തിട്ടുണ്ട് നമ്മൾ. നമ്മൾ ഏകദേശം ഇതേപോലെ ഒരു ചെറിയ വളവൊന്നും പ്രശ്നമില്ല, ഏകദേശം ലെവലിലുള്ള ഒരു പീസാണ് നമ്മൾ എടുത്തത്. പിന്നെ നമ്മൾ ഇതേപോലെ 2 വളഞ്ഞ കമ്പുകൾ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തതൊന്നുമല്ല, നമ്മൾ വീട്ടിലുള്ള കമ്പുകൾ നോക്കിയിട്ടും എടുത്താണ്. അപ്പോൾ ഇതേപോലെ നമുക്കിത് ഇങ്ങനെ വളഞ്ഞു വരുന്ന കമ്പുകളാണ് നമുക്ക് വേണ്ടത്. ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കണം, ഈ നേരെ വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കണം. നമുക്ക് ഈ വളഞ്ഞ ഭാഗം ഇങ്ങനെ താഴോട്ടാണ് വേണ്ടി. അപ്പോൾ ഈ 2 പീസുകൾ നമ്മൾ ഏകദേശം ഒരേപോലെയുള്ള പീസുകൾ എടുത്തിട്ടുണ്ട്. കറക്റ്റ് ഒരേപോലെയുള്ള പീസുകളൊന്നും അല്ല, അങ്ങനെയൊന്നും വേണമെന്നില്ല. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കുള്ള ഈ കമ്പുകൾ 2ൻ്റെയും നമുക്ക് ആദ്യം കട്ട് ചെയ്ത് മാറ്റാം. ഈ വളഞ്ഞു പോകുന്ന കമ്പ് അവിടെ നിർത്തി ഈ മുകളോട്ട് പോകുന്ന കമ്പ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ ഈ 2 കമ്പുകൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതാണ്. അപ്പോൾ വളഞ്ഞു വരുന്ന 2 കമ്പുകളാണ്. അപ്പോൾ ഇത് നമുക്ക് 2 കാലും മുൻഭാഗത്തേക്കുള്ള 2 കാലാണ് നമ്മൾ ഇതായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ പിറകു വശത്തുള്ള കാലാണ് നമുക്ക് ഈ കമ്പ്. പിന്നെ നമ്മൾ ഇതേപോലെയുള്ള 2 പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 45 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ നീളം. ഇത് നമ്മൾ ഒരു പീസ് ഇതേപോലെ നടുവിൽ ചിന്തി എടുത്തതാണ്. അപ്പോൾ ബാക്കി കുറച്ച് പീസുകളോട് കൂടിയൊക്കെ നമുക്ക് വേണം, അത് നമുക്ക് പണി നടക്കുമ്പോൾ മനസ്സിലാവും. ഈ പീസുകളൊക്കെ നമ്മളൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ വലിയ പീസാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ 1 മീറ്ററാണ് ഇതിൻ്റെ നീളം എടുത്തത്. ഇത് അടിഭാഗത്ത് നിന്നും 40 സെൻറ്റിമീറ്റർ ഉയരം നമ്മളൊന്ന് അടയാളപ്പെടുത്തിയെടുക്കും. അപ്പോൾ ഈ സൈഡ് ഭാഗം നമുക്കൊന്ന് ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു കൊത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊന്ന് കട്ട് ചെയ്യും. അപ്പോൾ കുറച്ച് ഭാഗം ഒരു ഇഞ്ച് ആയത്തിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ നേരെ എതിർഭാഗവും നമുക്ക് ഒരു 1/2 ഇഞ്ച് ആയം നമുക്ക് കട്ട് ചെയ്താൽ. അപ്പോൾ ആ 2 സൈഡ് നമ്മൾ കട്ട് ചെയ്യും. നമ്മുടെ ഈ പീസാണ് നമുക്ക് ഇവിടേക്ക് വരിക. അപ്പോൾ ഇതിൻ്റെ ഈ അളവ് വരുന്ന രീതിയിൽ നമുക്ക് അതിൻ്റെ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്യും. അപ്പോൾ ഈ 2 ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഇനി ആ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് കൊത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മറുഭാഗവും നമുക്ക് കൊത്തിയെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് ഉളി വെച്ചിട്ട് റെഡിയാക്കി. അപ്പോൾ ഈ പിറകിലേക്ക് വരുന്ന കാലിൻ്റെ 2 ഭാഗവും നമ്മൾ കൊത്തിയെടുക്കും. ഇനി 45 സെൻറ്റിമീറ്ററിൽ വിലങ്ങനെ വരുന്ന പീസുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുൻഭാഗം നമ്മളൊന്ന് ചെത്തിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് 2 സൈഡിൽ ഇതേപോലെ കറക്റ്റ് വെച്ചതിന് ശേഷം അതിന് ഹോള് തയ്യാറാക്കിയ ശേഷം നെട്ടും ബോൾട്ടും ഉപയോഗിച്ചിട്ട് നമുക്കത് ഫിറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഇത് വെച്ചതിന് ശേഷം കറക്റ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഹോള് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ ഹോള് തയ്യാറാക്കി. ഇനി നമുക്ക് നെട്ടും ബോൾട്ടും ഉപയോഗിച്ചിട്ട് ഇത് ടൈറ്റ് ചെയ്യുക, അതായത് ഫിറ്റ് ചെയ്യുക. അതിന് നമ്മൾ വാഷർ കൂടി ഉപയോഗിക്കുന്നുണ്ട് 2 സൈഡിൽ.
ഇനി നമുക്ക് മുൻഭാഗത്തേക്ക് വരുന്ന രണ്ട് കാലുകൾ തമ്മിൽ ബന്ധിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെയുള്ളൊരു കമ്പ് എടുത്തിട്ടുണ്ട്. ആ കമ്പ് എടുത്തതിന് ശേഷം നമ്മൾ അതായത് ഉയരം 40 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയ ശേഷം നമ്മളത് ഹോൾ തയ്യാറാക്കിയതിന് ശേഷം രണ്ട് ഭാഗത്തും നെട്ടും ബോൾട്ടും കൊടുത്ത് നമ്മളത് ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് വിലങ്ങനെ കമ്പ് കൊടുത്തുകൊണ്ട് രണ്ട് കാലും തമ്മിൽ നമ്മൾ ബന്ധിപ്പിച്ചെടുത്തു. ഇനി നമുക്കിത് ഇതേപോലെ വെച്ച് പിറകിലെ കാല് ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഇത് രണ്ട് സൈഡിലും നമ്മുടെ വിലങ്ങനെ വരുന്ന രണ്ട് പീസിനും നമുക്ക് കുത കൊത്തിയെടുക്കണം. അപ്പോൾ അത് നമ്മൾ തൽക്കാലം ഇതൊന്ന് അയച്ചെടുക്കുന്നുണ്ട്. അയച്ചെടുത്തതിന് ശേഷം നമുക്ക് കുത കൊത്തിയതിന് ശേഷം നമുക്ക് വീണ്ടും ഫിറ്റ് ചെയ്യും. രണ്ട് പീസുകളും ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ സൈഡിൽ അതായത് അടിഭാഗത്തേക്ക് വരുന്ന ഭാഗത്ത് നമ്മൾ സൈഡ് ഭാഗത്തായിട്ട് നമ്മുടെ കമ്പിലേക്ക് കടന്നു നിൽക്കുന്ന രീതിയിൽ നമ്മൾ കൊത്തിയെടുക്കണം. അപ്പോൾ അത് രണ്ട് പീസിനും കൊത്തിയ ശേഷം നമ്മൾ വീണ്ടും അത് പിറകിലെ കാലിൽ ഫിറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്കിത് ഇതേപോലെ വെച്ചതിന് ശേഷം ഈ മൂന്ന് കാലും തമ്മിൽ ബന്ധിപ്പിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വിലങ്ങനെയുള്ള പീസുകൾ രണ്ട് സൈഡിലേക്കായിട്ട് അതായത് മുൻഭാഗത്തേക്ക് വരുന്ന രണ്ട് കാലിൻ്റെയും സൈഡ് ഭാഗങ്ങളിലേക്കായിട്ട് ഇതേപോലെ വെച്ചതിന് ശേഷം ഹോള് കൊടുത്തിട്ട് നെട്ടും ബോൾട്ടും ഉപയോഗിച്ചിട്ട് നമുക്കതും ഫിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് രണ്ട് ഭാഗത്തും നെട്ടും ബോൾട്ടും കൊടുത്ത് നമ്മൾ ഫിറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ എല്ലാ നെട്ടും ബോൾട്ടുകളും നന്നായിട്ട് സ്പാനർ ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാ നെട്ടും ബോൾട്ടുകളും നമ്മൾ സ്പാനർ ഉപയോഗിച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ പിറകു ഭാഗത്ത് നമ്മുടെ കാലിൻ്റെ വളഞ്ഞു വരുന്ന രണ്ട് ഭാഗങ്ങളും തമ്മിൽ നമുക്ക് ബന്ധിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെയുള്ളൊരു പീസ് വളഞ്ഞു കിട്ടുന്ന ഇതിന് കറക്റ്റ് വരുന്ന ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതേപോലെ വെച്ചതിന് ശേഷം മൂന്ന് സൈഡിലായിട്ട് നെട്ടും ബോൾട്ടും കൊടുത്തിട്ട് അത് ടൈറ്റ് ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ പിറകിലെ കാലിലാണ് നെട്ടും ബോൾട്ടും കൊടുത്ത് ടൈറ്റ് ചെയ്യുന്നത്. പിന്നെ രണ്ട് കാലിലേക്കും നമ്മൾ വളഞ്ഞു വരുന്ന ഭാഗത്തേക്കായിട്ട് നമ്മളത് ഹോൾ തയ്യാറാക്കിയ ശേഷം നെട്ടും ബോൾട്ടും കൊടുത്ത് ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് മൂന്ന് ഭാഗത്തും നമ്മൾ നെട്ടും ബോൾട്ടും കൊടുത്തു. ഇനി നമുക്കത് നന്നായിട്ട് സ്പാനർ ഉപയോഗിച്ചിട്ട് അതും നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചെയറിൻ്റെ ഫ്രെയിം ഏകദേശം റെഡിയായി. ഇനി നമ്മളിത് ഇതിൻ്റെ സിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള പലക നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് നമ്മൾ പലക കട്ട് ചെയ്തെടുത്തത്. മുൻഭാഗത്തേക്ക് വീതി കൂടിയിട്ട് പിറകു ഭാഗത്തേക്ക് വീതി കുറഞ്ഞു പോകുന്ന രീതിയിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തത്. അതേപോലെ തന്നെ പിറകു ഭാഗത്തേക്ക് നമ്മൾ മറ്റൊരു കമ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഫിറ്റ് ചെയ്തതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ഈ പീസ് ഇതേപോലെ നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് നെറ്റ് കൊടുത്തിട്ടാണ് നമ്മളത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫെവിക്കോളൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ അത് ഹോൾ തയ്യാറാക്കിയതിന് ശേഷം ഹോളിലേക്ക് നമ്മൾ അടിച്ച് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
ഇനി നമ്മുടെ ചെയറിൻ്റെ മുൻഭാഗത്തെ രണ്ട് കാലുകൾ തമ്മിൽ അടിഭാഗത്ത് നമ്മൾ ബന്ധിപ്പിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കമ്പ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഹോൾ തയ്യാറാക്കിയതിന് ശേഷം നട്ട് ബോൾട്ട് കൊടുത്ത് അതും ടൈറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് മുകൾ ഭാഗത്ത് ഇതേപോലെ നമ്മുടെ സീറ്റിംഗ് പലക വരുന്നതിൻ്റെ ചുവട്ടിലായിട്ട് നമ്മളൊരു കമ്പ് കൊടുക്കുന്നുണ്ട് ഒരു വൃത്തിക്ക് വേണ്ടിയിട്ട്. അത് നമുക്ക് ഫിറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ഈ പലക നമുക്ക് സ്ക്രൂ ഉപയോഗിച്ചിട്ട് ഹോൾ തയ്യാറാക്കിയ ശേഷം സ്ക്രൂ ഉപയോഗിച്ചിട്ട് നമുക്കത് ടൈറ്റ് ചെയ്തെടുക്കാം. ചെറിയ ഗ്യാപ്പുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ പലകകൾ ഫിറ്റ് ചെയ്തത്. അപ്പോൾ 3 പലകയും നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് മുൻഭാഗത്തേക്ക് വരുന്ന ഈ കമ്പ് കൂടി ഫിറ്റ് ചെയ്യാം. ഇനി നമുക്ക് മുൻഭാഗത്തെ കാല് വളഞ്ഞു വരുന്ന, അതായത് കൈയൊക്കെ ആയിട്ട് നമുക്ക് വരുന്ന ഈ കമ്പ് കൂടുതലുള്ള ഭാഗം, അതായത് പിറകു ഭാഗത്തേക്ക് കൂടുതലുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. അതേപോലെ തന്നെ നമ്മുടെ വോൾട്ട് കൂടുതലുള്ള ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമുക്ക് നമ്മുടെ ചെയർ ഒന്ന് സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഉരസി ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കൂടുതൽ മിനുസപ്പെടുത്തി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു ഹാർഡ് ലുക്കാണ് നമുക്ക് ആവശ്യമുള്ളത്. നമ്മുടെ ചെയറിന് അതാണ് യോജിച്ചത്. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. ചെയർ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് പോളിഷ് ചെയ്തെടുക്കാം. അപ്പോൾ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ടച്ച് വുഡാണ്. ഇത് ടച്ച് വുഡോ വാർണിഷോ അല്ലെങ്കിൽ സ്ലീക്കോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഫുള്ള് എല്ലാ ഭാഗത്തും നമ്മൾ ഈ ടച്ച് വുഡ് നന്നായിട്ട് ബ്രഷ് ചെയ്ത് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിറക് കൊള്ളികൾ കൊണ്ടുള്ള ചെയർ അടിപൊളി ചെയറല്ലേ. അപ്പോൾ നമുക്കിത് ഔട്ട്ഡോറിലും അതേപോലെ തന്നെ ഇൻഡോറിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഔട്ട്ഡോറിൽ നമുക്ക് ഗാർഡനിലൊക്കെ നമുക്ക് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഇരിക്കാനും ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ചെടി വെക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലാണ് നമ്മളിത് നിർമ്മിച്ചത്. അപ്പോൾ ഒക്കെ നെറ്റ് വോൾട്ടാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് തയ്ച്ചെടുക്കാനും കഴിയും. വളരെ പെട്ടെന്ന് നെട്ടും ബോൾട്ടാണ്, എല്ലാ ഭാഗത്തും നെട്ടും ബോൾട്ടാണ്. ഇവിടെ നമ്മൾ സ്ക്രൂ ആണ് കൊടുത്തത് പലകക്ക്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് അയച്ച് മാറ്റാനൊക്കെ കഴിയും. നമുക്കിപ്പോൾ ഒരു കമ്പൊക്കെ കേട് വരികയാണെങ്കിൽ അത് മാത്രം നമുക്ക് മാറ്റാനൊക്കെ കഴിയും. അപ്പോൾ പിന്നെ നമ്മൾ ഔട്ട്ഡോറിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, അതായത് കൂടുതൽ മഴ നനയാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ മഴ നനയാതെ നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് ഒരുപാട് കാലം ഇത് ഈട് നിൽക്കും. ഇൻഡോറിലാണെങ്കിൽ ഒന്നും നോക്കാനില്ല, ഒരുപാട് കാലം നമുക്ക് ഇതേപോലെ ഈട് കിട്ടും. നന്നായിട്ട് പോളിഷ് അടിച്ചു കൊടുത്താൽ കുറച്ച് കാലമൊക്കെ കഴിയുമ്പോൾ വീണ്ടും പോളിഷ് അടിച്ചു കൊടുത്താൽ ഒരുപാട് കാലം വർഷങ്ങളോളം നമുക്ക് ഈട് കിട്ടും. അപ്പോൾ ഔട്ട്ഡോറിലാകുമ്പോൾ മാത്രം നമ്മൾ മഴ നനയാതിരിക്കാൻ ശ്രദ്ധിക്കണം. എത്ര വെയിറ്റ് വേണമെങ്കിലും ഇത് താങ്ങും, എത്ര വെയിറ്റ് വേണമെങ്കിൽ താങ്ങുന്ന ചെയറാണ്. അപ്പോൾ എത്ര കനമുള്ള ആൾ ഇരുന്നാലൊന്നും യാതൊരു പ്രശ്നമില്ല. നമുക്ക് കൈവെക്കാനൊക്കെ ഇവിടെ 2 ഭാഗത്ത് കൈവെക്കാം. അതേപോലെ നമുക്ക് മുകളിലേക്ക് വേണമെങ്കിൽ കൈവെക്കാം. അപ്പോൾ ഏത് രീതിയിൽ ഇരിക്കാൻ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇരിക്കാം. സൂപ്പറായിട്ട് ഇരിക്കാൻ കഴിയും. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ സൈഡിൽ 2 കാല് വേണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാം. അടിപൊളിയായിട്ട് നമുക്ക് ഇരിക്കാം. ഇവിടെ നമ്മളൊരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്, കാല് വെക്കാനൊക്കെ അടിയിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചെയറും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യിക്കുക. അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.